നിലമ്പൂരിന്റെ ആകാശ ആവേശത്തോടെ പൊങ്ങിപ്പറക്കുന്ന പതാകകൾ, കൊടികൾ, ത്രിവർണ്ണ കൊടികൾ, ചെങ്കൊടികൾ, ഉദയസൂര്യന്റെ കൊടികൾ, പല പല കൊടികൾ അങ്ങനെ പ്രകമ്പനത്തിൽ പാറാൻ തുടങ്ങിയിട്ട് സമയം എത്രയായിരുന്നു? ഇപ്പോൾ തുടങ്ങിയതല്ല, 2 മണിക്കൊക്കെ തുടങ്ങിയത്, 2 മണി 3 മണി തുടങ്ങിയതാണ്. ഒരേ ആവേശത്തിൽ ഒരേ എനർജി ലെവലിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നവരുടെ ഉള്ളിൽ അത്രത്തോളം രാഷ്ട്രീയ അടിയുറച്ച രാഷ്ട്രീയ ബോധ്യമുള്ളവർക്ക് മാത്രമേ പെരുമഴയത്തും വീണുപോകാതെ, പെരുമഴയത്തും ഒന്നും മാറി നിൽക്കാതെ അവിടെ തന്നെ നിൽക്കാൻ കഴിയുകയുള്ളൂ. നോക്കൂ, ഇടതുപക്ഷത്തിൻ്റെയും യു ഡി എഫിൻ്റെയും അല്ലെങ്കിൽ LDF-ൻ്റെയും UDF-ൻ്റെയും ക്യാമ്പുകളിൽ കാണുന്ന ആവേശ തരിമ്പ് പോലുമായി ഒരു നേരത്തെ നമ്മൾ കണ്ടതാണ്. 2 മണിക്ക് റോഡ് ഷോ വഴിക്കടവിൽ തുടങ്ങുമ്പോൾ അത് ഒരു ചെറിയ ചാലാണെങ്കിൽ വഴിക്കടവിൽ നിന്ന് എടക്കരയിലേക്ക് എത്തിയപ്പോഴേക്കും അത് വലിയ പുഴയായി. എടക്കരയിൽ നിന്ന് ചുങ്കത്തലയിലേക്ക് പുഴ വീണ്ടും അതിന് വീതി കൂടി. കുട്ടിക്കടവ്, പാലേങ്കര, കരുളായി, മയിലുംപാറ, ചുള്ളിയോട്, പൂക്കോട്ടുംപാടം, 5-ാം മൈല്, ഉപ്പുവള്ളി, ചേലോട്, കരുളായി, ചന്തക്കുന്നിലേക്കൊക്കെ എത്തുമ്പോഴേക്കും ചാലിയാർ അങ്ങനെ കരകവിഞ്ഞൊഴുകുന്നത് പോലെ ആവേശം കരകവിഞ്ഞൊഴുകി ചാലിയാറിനും അപ്പുറത്തേക്ക് ഒരു വലിയ മഹാകടലായി മാറി. ആ കടൽ ഈ സമയം അത്രയും നിലമ്പൂരങ്ങാടിയിൽ അങ്ങനെ നിൽക്കുകയാണ്. നിലമ്പൂരങ്ങാടി നിറഞ്ഞു കവിയുന്നു. പ്രൗഢമായ കാഴ്ച, പ്രൗഢമായ രാഷ്ട്രീയ കാഴ്ച എന്ന് ഉറപ്പായും പറയാം. നിലമ്പൂരിൻ്റെ ആകാശ കാഴ്ചകൾ പ്രേക്ഷകർ കാണുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഡ്രോണാചാര്യൻ അരുൺ എഴുപുന അവിടെ ഉണ്ട്. അവൻ പൊക്കുന്ന ഡ്രോണിൽ ആ മഴയത്ത് ഡ്രോണിന് വല്ലതും പറ്റുമോ എന്ന് പേടിച്ചു. ഒന്നും പറ്റിയില്ല. ആ മഴയത്തും ആ ഡ്രോൺ ക്യാമറ ആകാശ ദൃശ്യങ്ങൾ പകർന്നു. അതുകൊണ്ടാണ് ഇത്ര ഭംഗിയായി നമുക്കിത് കാണാൻ കഴിയുന്നത്. ഈ പറയുന്ന രീതിയിൽ പുഴയുടെ ഒഴുക്ക് പോലെ അല്ലെങ്കിൽ കടലിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഹൈവേ വേലിയേറ്റവും വേലിയിറക്കവും പോലെ ഇടയ്ക്കിടയ്ക്ക് മനുഷ്യ മഹാസമുദ്രത്തിൽ ഒരു ചലനം പ്രകടമാകുന്നു. ആ ചലനം സ്ഥാനാർത്ഥിയിലേക്ക് ഒഴുകിയെത്തുന്ന പ്രവർത്തകരുടെ ആവേശമാണ്. തൊട്ടപ്പുറത്ത് കാണാം ചാലിയാർ, സമാന്തരമായി മറ്റൊരു മനുഷ്യ ചാലിയാർ ഇപ്പുറത്തൊഴുകുന്നു. അവിടെ വെള്ളം കൊണ്ട് ചാലിയാർ, ഇവിടെ മനുഷ്യന്മാരുടെ ഒരു കടൽ, ഒരു മനുഷ്യ മഹാസമുദ്രം. സമാന്തരമായി 2 സമുദ്രങ്ങൾ. ഒന്നപ്പുറത്ത് ചാലിയാറാണ്, രണ്ടിപ്പുറത്ത് ഒരു മനുഷ്യ മഹാസമുദ്രമാണ്. ആവേശം കൊട്ടിക്കയറി ഇറങ്ങാൻ ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ 4 മിനിറ്റാണ്. 4 മിനിറ്റ് കൊണ്ട് ഈ പറയുന്ന 25 ദിവസം അങ്ങനെ പൊടിവാറും വലിയ വാക്പോരുകൾ കണ്ട, 1-ന് 10 എന്ന മട്ടിൽ പല പല വിഷയങ്ങൾ കണ്ട, എടുക്കുമ്പോൾ ഒന്ന് തൊടുക്കുമ്പോൾ നൂർന്ന് കൊള്ളുമ്പോൾ 1000 എന്ന് പറയും മട്ടിൽ പല പല വിഷയങ്ങൾ കണ്ട 25 ദിവസങ്ങൾ നീണ്ട നിലമ്പൂർ അംഗത്തിന്, നിലമ്പൂർ പ്രചാരണ പോര് കേവലം 4 മിനിറ്റുകൾക്കപ്പുറം നിശബ്ദമാകാൻ പോകുന്നു, ശാന്തമാകാൻ പോകുന്നു, തിരയടങ്ങിയ കടൽ പോലെ ആകാൻ പോകുന്നു നിലമ്പൂർ. അടുത്ത 4 മിനിറ്റിനപ്പുറം അതിന് മുൻപുള്ള മഹാഗർജനങ്ങൾ ഇപ്പോൾ കേൾക്കുകയാണ്. ആവേശം അതിൻ്റെ അങ്ങേയറ്റത്തിലേക്ക് എത്തുന്നു. 4 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ സമാധാനം, ശുഭം, ശാന്തം. അത് അപ്പോൾ ശാന്തമാവുന്നില്ല. അപ്പോഴും അടിയൊഴുക്കുകളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ, നീക്കങ്ങൾ, ചെസ്സിലെ കരുനീക്കങ്ങൾ പോലെ നാളെ തിരക്കിട്ട മുന്നണികൾക്ക് തലച്ചോറ് പുകയുന്ന ദിവസമാണ്. നാളെയാണ് പ്രധാനപ്പെട്ട നീക്കങ്ങൾ പലതും നടക്കുക. ഇപ്പോൾ കാണുന്നത് ആവേശക്കാഴ്ച, ആവേശത്തിന്റെ പരകോടിയിലേക്ക്, ആവേശത്തിന്റെ പരമാവധിയിലേക്ക് ഉയരുന്നു. ത്രിവർണ്ണ പതാകകൾ ആവേശിക്കുകയായിരുന്നു. 3 മിനിറ്റ് മാത്രമാണ് ബാക്കി. പോലീസ് ഉദ്യോഗസ്ഥരെത്തും, മുന്നണി നേതാക്കളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. 6 മണി കഴിഞ്ഞാൽ പരസ്യ പ്രചാരണം പാടില്ല. അതുകൊണ്ട് മുന്നണി നേതാക്കൾ ജാഗ്രത ശ്രദ്ധിക്കണം. ഇനി 3 മിനിറ്റ് മാത്രം ബാക്കി. എല്ലാവർക്കും പിരിഞ്ഞു പോകേണ്ട സമയമാകുന്നു. നിലമ്പൂരുള്ള നേതാക്കൾക്ക്, നിലമ്പൂരുള്ള ആളുകൾക്ക് അവിടെ തുടരാം. നിലമ്പൂരിന് പുറത്തുള്ളവർക്ക് ഇന്ന് മണ്ഡലം വിടാം. PV അൻവർ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ദൗത്യം തുടരുകയാണ്. അമരപ്പലം പഞ്ചായത്തിന്റെ തെരുവീതികളിലൂടെ PV അൻവർ ഓരോ വോട്ടും ഉറപ്പിക്കാൻ വീടുകൾ തോറും കയറി ഇറങ്ങുകയാണ്. അപ്പോൾ അവിടെ ആര്യാടൻ ഷൗക്കത്തിനെ ആകാശത്തേക്ക് എടുത്തുയർത്തി അവസാന 2 മിനിറ്റിൽ പ്രവർത്തകർ ആവേശം കൊള്ളിക്കുകയാണ്. ഇനി ആര്യാടൻ ഷൗക്കത്തിനെ വീഴാതെ ആ താഴേക്ക് ഒന്നും കാലിടറാതെ പിടിച്ചുയർത്തുകയാണ് പ്രവർത്തകർ. ഈ കഴിഞ്ഞ 22 ദിവസവും പ്രവർത്തകരുടെ തോളിലേറിയായിരുന്നു ആര്യാടൻ ഷൗക്കത്ത് വോട്ട് അഭ്യർത്ഥിച്ചത്. ഇവിടെ M സ്വരാജിന് പ്രവർത്തകർ ഇനിയിപ്പോൾ പരസ്യ പ്രചാരണത്തിന്റെ 2 മിനിറ്റ് മാത്രം ബാക്കി. 6 മണിക്ക് ഇനി 5:58 സമയം. ആവേശ പരകോടിയുടെ 2 മിനിറ്റിൽ ആര്യാടൻ ഷൗക്കത്തിനെ ആകാശത്തേക്ക് ഉയർത്തുന്നു UDF പ്രവർത്തകർ. M സ്വരാജ് വണ്ടിയിൽ താഴേക്ക് ഇറങ്ങുകയാണ്. പ്രവർത്തകരുമായി നേരിട്ടിടപെടുന്നു. നേരത്തെ ഈ സമയം അത്രയും ഈ സ്ഥാനാർത്ഥികളും 2 മണിക്ക് വഴിക്കടവിൽ തുടങ്ങിയ ഈ പറഞ്ഞ റോഡ് ഷോയിൽ സ്ഥാനാർത്ഥികൾ അടക്കമുണ്ട്. 2 മണി മുതൽ 6 മണി വരെ 4 മണിക്കൂർ നീണ്ട ഒരേ ഒരു നിൽപ്പായിരുന്നു ഈ സ്ഥാനാർത്ഥികൾ. ആ നിൽപ്പിനൊടുവിൽ അവരുടെ പ്രിയപ്പെട്ട പ്രവർത്തകരിലേക്ക്, അവരുടെ ചങ്കുകളായ പ്രവർത്തകരിലേക്ക്, അവരുടെ സ്നേഹഭാജനങ്ങളായ പ്രവർത്തകരിലേക്ക് ഈ ദിവസങ്ങളത്രയും ഈ പ്രവർത്തകർ അവരുടെ ജീവിതം മുഴുവൻ ഈ നേതാക്കൾക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച സാധാരണക്കാരായ സാധു പ്രവർത്തകരാണ്. ഇനിയിപ്പോൾ 5:58 2 മണിക്കൂർ കഷ്ടിച്ചില്ല.
ഒറ്റ മണിക്കൂർ മാത്രം, ഒരൊറ്റ മിനിറ്റ് മാത്രം, ഒരേ ഒരു മിനിറ്റ് മാത്രം നിലമ്പൂരിന്റെ പ്രചരണാവേശം കൊട്ടിയടങ്ങാൻ, കെട്ടിയടങ്ങാൻ, ശാന്തമാകാൻ, സമാധാനമാകാൻ, നിശബ്ദമാകാൻ ഒരേ ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് മാത്രം. പിരിച്ചുവിടേണ്ട സമയമാകുന്നു. അതാണ് നല്ലത്. പാരിയാടൻ ഷൗക്കത്തിനെ പ്രവർത്തകർ എടുത്തുയർത്തി അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. എം സ്വരാജിനെ പ്രവർത്തകർ വാഹനത്തിലേക്ക് കയറ്റി അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നപ്പോൾ ഇനിയിപ്പോൾ ഈ നേതാക്കളും പ്രവർത്തകരും ഒക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കട്ടെ. അവർക്കൊക്കെ പിരിഞ്ഞു പോകേണ്ടവർക്കൊക്കെ പിരിഞ്ഞു പോകാം. പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി കേവലം 38 സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ. കഴിഞ്ഞ 20-22 ദിവസം നിലമ്പൂരിനെ ഇളക്കി മറിച്ച പ്രചാരണത്തിന്റെ ദിനരാത്രങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നാളെ പകൽ നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. തന്ത്രങ്ങൾക്ക് അവസാന രൂപം നൽകാൻ, പരമാവധി വോട്ടർമാരെ ബൂത്തുകളിലെത്തിക്കാൻ, ഓരോ വോട്ടും ഉറപ്പിക്കാൻ ഇതുവരെ എടുത്ത പണിയൊന്നും വെറുതെ ആയില്ല എന്നറിയിക്കാനുള്ള നിമിഷമാണ്. 43, 44, 45, 46, 47 കഴിഞ്ഞു. ഓൾമോസ്റ്റ് 10 സെക്കൻഡ്, 9 സെക്കൻഡ്, 8 സെക്കൻഡ്, 7 സെക്കൻഡ്, 6, 5, 4, 3, 2, 1 നാളെ ഒരു ദിവസം മറ്റന്നാൾ ബൂത്തിൽ. എന്തായാലും 3 സ്ഥാനാർത്ഥികൾക്കും എന്തായാലും 3 സ്ഥാനാർത്ഥികൾക്കും അല്ലെങ്കിൽ അവിടുത്തെ 10 സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നൽകാം. വിജയാശംസകൾ. അപ്പൊ പൊളിക്ക്. അപ്പൊ ഗംഭീരമാക്കട്ടെ. എന്തായാലും പരസ്യ പ്രചരണം മുന്നണികൾ ഗംഭീരമാക്കി. താങ്ക്സ് അലോട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പൊ ഇനിയും നമുക്ക് അതിന്റെ റിസൾട്ട് വരാൻ പോകുന്നത് 23-നാണ്. നിലമ്പൂരിന്റെ സ്നേഹമഴയിൽ നനയാൻ പോകുന്നത് ആരാണ് എന്ന് 23-ന് അറിയാം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എന്താണ് പറയാൻ? ഇനിയിപ്പോൾ നാളെ നിശബ്ദ പ്രചാരണം, മറ്റന്നാൾ നിലമ്പൂർ ബൂത്തിലേക്ക് ഓരോ വോട്ടും ഉറപ്പിക്കുക. ജനാധിപത്യത്തിന്റെ ഉത്സവത്തിലെ നല്ല കാഴ്ചകൾ ഇനി പോളിംഗ് ബൂത്തിൽ കാണാം. അവിടെ നിരനിരയായി വന്ന് ആളുകൾ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് മടങ്ങുന്ന ആ നല്ല കാഴ്ചകൾക്കായി ഈ സ്ഥാനാർത്ഥികളെ പോലെ, മുന്നണികളെ പോലെ നമുക്കും കാത്തിരിക്കാം. കുട്ടിക്കയറി സമാപിച്ചു. ഇനി 80%, 80% പോളിംഗ് ശതമാനം ഉയർത്തുക എന്നുള്ളതാണ് മുന്നണികളുടെ വെല്ലുവിളി. അതുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.